അതാ സഫർ അവസാനിക്കുകയും റബീഉൽ അവ്വൽ ആരംഭിക്കുകയും ചെയ്യാൻ ഏതാനും ദിവസങ്ങൾ ബാക്കിയുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമെന്ന പേരിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവ് എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ മീലാദുൻ നബി ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കരുത് എന്ന് ഒരു മുസ്ലിമും പറയുകയില്ല. മുസ്ലിമാണോ മുഅ്മിനാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തത്തേക്കാൾ, മാതാപിതാക്കളേക്കാൾ, മക്കളേക്കാൾ, മറ്റുള്ള സർവ്വജനങ്ങളെക്കാൾ ഒരാൾ സ്നേഹിക്കുന്നത് വരേക്കും അയാൾ പരിപൂർണ മുഅ്മിനാവുകയില്ല. മഹാനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണിത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയോടാണ്. അവിടുന്ന് പറഞ്ഞു, ഇല്ല ഉമറേ, ഈമാൻ ശരിയായിട്ടില്ല. അപ്പോൾ അദ്ദേഹം തിരുത്തി. അദ്ദേഹം പറഞ്ഞു, നബിയെ, എന്നേക്കാൾ, മറ്റുള്ള എല്ലാറ്റിനേക്കാൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നബിയെ അങ്ങുന്നാണ്. അവിടുന്ന് പറഞ്ഞു, അൽ ആന യാ ഉമർ, ഉമറേ, ഇപ്പോഴാണ് ശരിയായത്. ഇതാണ് സഹോദരങ്ങളെ നമ്മുടെ അഖീദ, ഇതാണ് നമ്മുടെ മൻഹജ്, ഇതാണ് നമ്മുടെ ദീൻ. എന്നിരിക്കെ എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് ആഘോഷിക്കാൻ പാടില്ല, എന്തുകൊണ്ടത് ബിദ്അത്താണ് എന്ന് നാം പറയുന്നു? എന്താണ് അതിൻ്റെ പിന്നിലുള്ള തെളിവുകൾ? അതിലൊന്നാമത്തേത്, പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് കിട്ടിയതിന് ശേഷം 22 റബീഉൽ അവ്വൽ, അതല്ലെങ്കിൽ 23 റബീഉൽ അവ്വൽ കഴിഞ്ഞുപോയി. ഒരൊറ്റ റബീഉൽ അവ്വൽ 12-നും അവിടുന്ന് മൗലിദ് ആഘോഷിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം സഹാബത്ത് ജീവിച്ചു, അവിടുത്തെ പ്രിയ പത്നിമാർ ജീവിച്ചു. അവരിൽ ഒരാൾ പോലും ഇങ്ങനെ ഒരു മീലാദുൻ നബി ആഘോഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആഘോഷം ദീനിൽ പുതിയതായി കടത്തിക്കൂട്ടപ്പെട്ടതാണ്. ഇങ്ങനെ ഒരു സമ്പ്രദായം ദീനിൽ പുതുതായി ഉണ്ടായതാണ്. അതുകൊണ്ടത് ബിദ്അത്താണ്. നേരത്തെ നമ്മൾ പറഞ്ഞ അടിസ്ഥാനത്തിലേക്ക് മടങ്ങുക. ഒരാൾ ഇഖ്ലാസോടുകൂടി അത് ചെയ്തു, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടില്ല എങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് അൽ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. തഫ്സീറുകളിൽ നമുക്ക് ആ വാക്കുകൾ കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമത്തെ കാരണം ഇതാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ചെയ്തിട്ടില്ല എന്നതാണ് ഒന്നാമത്തെ കാരണം. അതുകൊണ്ട് ഞാൻ വിട്ടുനിൽക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വിട്ടുനിൽക്കണം. നമുക്ക് പാടില്ല. കാരണം നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കാനുള്ള നിബന്ധനകളാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. ഇത് നന്മയാണെങ്കിൽ, ഇത് സുന്നത്താണെങ്കിൽ, ഇത് അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അത് ആഘോഷിച്ച് കാണിക്കും. സഹാബത്ത് ആഘോഷിക്കും, ശേഷം വന്ന മഹാന്മാർ ആഘോഷിക്കും. അതുകൊണ്ട് ഇതാണ് ഒന്നാമത്തെ കാരണം.